വാർത്തകൾ വിശദമായി. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 9 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ഷാനിമോൾ ഉസ്മാനാണ് UDFന്റെ സ്ഥാനാർത്ഥി. മുഹമ്മദ് മുഹസിനാണ് LDFന്റെ സ്ഥാനാർത്ഥി. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഷാനിമോൾ ഉസ്മാനാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഭൂരിപക്ഷം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഷാനിമോൾ ഉസ്മാൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. മുഹമ്മദ് മുഹസിനാണ് LDFന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരിക്കുന്നില്ല, വിട്ടുനിൽക്കുകയാണ്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സ്പീക്കർ പദവിയിലേക്ക് ഇത്തരത്തിൽ BJP മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് എത്തുമ്പോൾ BJP മത്സരിക്കുന്നില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഈ ഒരു വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, ഇന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഷാനിമോൾ ഉസ്മാനാണ് വിജയസാധ്യത കൂടുതലുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്ന് 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുകയാണ്. UDFിന് മികച്ച ഭൂരിപക്ഷമുള്ള സഭയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. CPMലെ മുഹമ്മദ് മുഹ്സിനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJP ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നതായിരിക്കും. അവർ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നതും ഒരു പ്രധാന കാര്യമാണ്. അതുകൂടാതെ തന്നെ എറണാകുളം ജില്ലയിലെ മലയളം തുരുത്തിലെ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചത് മൂലമുണ്ടായ സാമൂഹ്യ പ്രശ്നങ്ങൾ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഇത്തരത്തിൽ ഒരു വിപ്പ് സജീന്ദ്രൻ സഭയിൽ ഉയർത്തുന്നതായിരിക്കും. റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി ഇത്തരത്തിൽ പറയുന്നതായിരിക്കും. മഴക്കാല പൂർവ്വ ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയവും ഇത്തരത്തിൽ സഭയിൽ ഉന്നയിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ഇന്ന് സ്പീക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടി ഇന്ന് സഭയിൽ നടക്കുന്നതായിരിക്കും. 3 ദിവസമാണ് ഇത്തരത്തിൽ ചർച്ച നടക്കുക. ഈ മാസം 19-നാണ് UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് സഭയിൽ അവതരിപ്പിക്കുക. ശരി, വ്യക്തമാണ്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 9 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് തുടങ്ങും. ഷാനിമോൾ ഉസ്മാനാണ് UDFന്റെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ മുഹമ്മദ് മോഹസിനാണ് LDFന്റെ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്.